വാമനാവതാരം മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ അഞ്ചാമത്തേതാണ്. മഹാബലി മഹാനായ ദാനവരാജാവായിരുന്നു. സ്വർഗം കീഴടക്കാൻ മഹായജ്ഞം നടത്തി. അസുര ചക്രവർത്തി മഹാബലിയുടെ അഹംബോധം നശിപ്പിക്കാനും ഭൂമിയിലും ദേവലോകത്തും ശാന്തിയും സമാധാനവും തിരികെ കൊണ്ടുവരുവാനും ദേവമാതാവായ അദിതി, ഇന്ദ്രൻ എന്നിവരുടെ ആവശ്യപ്രകാരവും മഹാവിഷ്ണു വാമനാവതാരമെടുത്തു. വാമനൻ ബ്രാഹ്മണ ബാലരൂപത്തിൽ മഹാബലിയുടെ യാഗശാലയിലെത്തി. ദാനവീരനായ മഹാബലി അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വീകരിച്ചു. വാമനൻ ഒരു ചെറിയ അഭ്യർത്ഥന മാത്രമാണ് മുന്നോട്ടുവച്ചത്: 3 അടിയോളം ഭൂമി. മഹാബലി വിനീതതയോടെ ഈ അഭ്യർത്ഥന അംഗീകരിച്ചു. 1-ാമത്തെ അടിയാൽ ഭൂമിയെയും പാതാളത്തെയും ഉൾക്കൊള്ളിച്ചു. 2-ാമത്തെ അടിയാൽ സ്വർഗലോകം മുഴുവൻ താണ്ടി. 3-ാമത്തെ അടിയിടാൻ സ്ഥലം ആവശ്യപ്പെട്ടപ്പോൾ മഹാബലി അതിനായി തന്റെ തല സമർപ്പിച്ചു. മഹാബലിയുടെ വചനസത്യതയും ധർമ്മപരിപാലനവും കണ്ട് സന്തുഷ്ടനായ വാമനൻ മഹാബലിയെ സുതലലോകത്തിന്റെ ചക്രവർത്തിയാക്കി. സുതലലോകം സ്വർഗത്തേക്കാൾ മനോഹരമായ ഒരു ലോകം. മഹാബലിയുടെ ഭക്തിയെയും നിസ്വാർത്ഥതയെയും ബഹുമാനിച്ച് വാമനൻ തന്നെ മഹാബലിയുടെ കാവൽക്കാരനായി അവിടെ നിലകൊള്ളുന്നു. കൂടാതെ അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രപദം മഹാബലിക്ക് ലഭിക്കും എന്ന് മഹാവിഷ്ണു അനുഗ്രഹം നൽകി. മഹാബലി എന്നും തന്റെ ജനങ്ങളെ സ്നേഹിച്ചിരുന്നതുകൊണ്ട് ഓരോ വർഷവും ഭൂമിയിലെത്താൻ മഹാവിഷ്ണു അനുമതി നൽകുന്നുവെന്നാണ് വിശ്വാസം. ഇതിന്റെ ഓർമ്മയിലാണ് കേരളീയർ ഓണം ആഘോഷിക്കുന്നത്.